എല്ലാവർക്കും എന്റെ അഭിവാദ്യങ്ങൾ. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ സമരത്തിന് ഇറങ്ങിയത് എനിക്ക് 40,000 രൂപ എന്ന ശമ്പളത്തിന് വേണ്ടിയാണ്. നമ്മൾ നഴ്സിംഗ് സമൂഹത്തിന് 40,000 രൂപ അടിസ്ഥാന ശമ്പളം എന്ന ആവശ്യത്തിനല്ലേ സമരത്തിന് ഇറങ്ങിയത്? ഇവർക്ക് എന്താ ഇതിനകത്ത് ഇത്ര സംശയം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരിത്താസ് ഹോസ്പിറ്റലിന് എന്റെ ശമ്പളം ഞാൻ എത്രയാണെന്ന് എപ്പോഴെങ്കിലും ഞാൻ അവരോട് പറയാതിരുന്നിട്ടുണ്ടോ? ഓരോ മീറ്റിംഗിലും ഇവരുടെ കാല് പിടിച്ച് സമരം ഇല്ലാതാക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊന്നും ഇവർ പറഞ്ഞിട്ടില്ല. 40,000 രൂപ എന്നോട് ചോദിച്ചു എനിക്ക് എത്ര ശമ്പളം ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞിട്ടില്ല ഇവരോട് എനിക്ക് 40,000 രൂപ കൈ കിട്ടുന്നില്ലെന്ന്. എന്റെ ശമ്പളം എത്രയാണെന്ന് കറക്റ്റ് ആയിട്ട് ഇവരോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അപ്പോഴും ഓരോ പ്രാവശ്യവും പറഞ്ഞു, എനിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ ഈ സമരത്തിന് ഇറങ്ങുന്നത്. ഞാൻ 650 രൂപ എന്റെ കയ്യിൽ കിട്ടി. 18 വർഷം മുമ്പ് ഞാൻ പഠിച്ചിറങ്ങുമ്പോൾ എന്റെ കയ്യിൽ കിട്ടിയത് 650 രൂപ. 950 രൂപ മെസ് ഫീസ് കൊടുത്തിട്ട് 650 രൂപ കൈ കിട്ടിയ ഞാൻ അപ്പ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ഇനിയുള്ള സമൂഹം അനുഭവിക്കാൻ പാടില്ല. ആ ഒരൊറ്റ ഉദ്ദേശത്തിൽ മാത്രം നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും 40,000 രൂപ ശമ്പളം മേടിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് തെറ്റാണോ? ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞാലേ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റും? എങ്ങനെ നമ്മൾ ഇത്രയും ഇമോഷണലായി സംസാരിക്കാതിരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇത്രയും നമ്മൾ ഒരു ആത്മാർത്ഥതയുടെ പുറത്ത് ഈ ഹോസ്പിറ്റലിനോട് മത്സരിക്കാൻ ഒന്നും നമ്മൾ പോയിട്ടില്ല. നമ്മൾ പറഞ്ഞു, ഞാൻ ഇവിടുത്തെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, ഞായറാഴ്ച രാത്രി 12 മണി വരെ നിങ്ങളുടെ ഒരു കോളിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യും. നിങ്ങളുടെ ഒരു കോളിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇവിടുത്തെ അച്ഛൻ എന്റെ മുമ്പിൽ വന്നെന്ന് പറയട്ടെ. ഒരു പ്രാവശ്യം എന്നോട് വന്ന് പറയട്ടെ, ഇവിടുത്തെ ഞാൻ പറയുന്ന അച്ഛൻ എന്റെ മുമ്പിൽ വന്നെന്ന് പറയട്ടെ ഞാനിത് പറഞ്ഞിട്ടില്ലെന്ന്. ഞായറാഴ്ച 12 മണി രാത്രി വരെ ഞാൻ ഉറങ്ങാതിരിക്കും എന്ന് പറഞ്ഞത് അച്ഛൻ വന്ന് എന്റെ മുമ്പിൽ വെച്ച് പറയട്ടെ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ ഒരു സമവായം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാൻ വേണ്ടി അത്രയും നേരം വെയിറ്റ് ചെയ്യും. അതായത് പിറ്റേ ദിവസം നമ്മൾ സമരത്തിന് ഇറങ്ങുന്ന അച്ഛനോട് പോയി പറഞ്ഞതാണ്. അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ സമരത്തിന് ഇറങ്ങേണ്ട പിള്ളേരെ, നിങ്ങൾ ഇത്രയും പേര് സമരത്തിന് ഇറങ്ങണ്ട, നിങ്ങൾ നമ്മുടെ കാരിത്താസിൻസ് അല്ലേ, നിങ്ങൾ ഇവിടെ ഞങ്ങളോട് സമവായം നമുക്കൊരു ചർച്ചയ്ക്ക് ഇരിക്കാമെന്ന് അവരെന്നോട് പറഞ്ഞോ? എന്നിട്ട് ഇപ്പൊ പറയുന്നത് എന്താ? നമ്മളെ ചർച്ചയ്ക്ക് വിളിച്ചു. എത്ര പ്രാവശ്യം ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടാ? ഇതേ അച്ഛന്റെ മുമ്പില് ഞാൻ വെള്ളിയാഴ്ച പോയാ പറഞ്ഞത്, ഞാൻ ഞായറാഴ്ച രാത്രി 12 മണി വരെ നിങ്ങളുടെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും, നമ്മളെ ഈ സമരം ഒഴിവാക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ഞാൻ ഇരിക്കുമെന്ന്. അപ്പോൾ ആരും പറഞ്ഞില്ലല്ലോ. നിങ്ങളെ ഒരു ചർച്ചയ്ക്ക് വിളിക്കാമെന്ന് നമ്മളോട് പറഞ്ഞോ? അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഈ സമരത്തിന് ഇറങ്ങുമായിരുന്നോ? ഇവര് പിന്നെ ഈ മാധ്യമങ്ങളോടും ഈ മറ്റുള്ളവരെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കുന്നത്? ഞാനൊരു ഇൻചാർജായിട്ട് 3 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുക. എനിക്ക് ഈ ശമ്പളത്തിന് അർഹതയില്ലേ? പിന്നെ എന്താ ഇവർ ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് എനിക്ക് ഈ ഒരു ശമ്പളത്തിന് അർഹതയില്ലാത്തതായതുകൊണ്ടാണ് ഇവരിങ്ങനെ കാണിക്കുന്നത്? എന്റെ നേഴ്സിംഗ് സമൂഹം ഇന്ന് പഠിച്ചിറങ്ങുന്ന ഓരോ നേഴ്സും 40,000 രൂപ അടിസ്ഥാന ശമ്പളം മേടിക്കണമെന്ന് എനിക്ക് ആഗ്രഹിക്കാൻ പാടില്ലേ? ഇങ്ങനെ ഓരോരുത്തരും എനിക്ക് മനസ്സിലാകുന്നില്ല ഇവരൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ വലിയ വലിയ കെട്ടിടങ്ങൾ പണിതുയർത്തിട്ട് ഇതുപോലെ ലാഭം കൊയ്തിട്ട് നമുക്കൊരു ശമ്പളം തരാൻ ഇവർക്ക് പറ്റില്ല. ഓരോരുത്തർക്കും 1000 രൂപ ശമ്പളം കിട്ടണം. അത് കിട്ടിക്കോട്ടെ. അവര് കിട്ടുന്ന ശമ്പളം നമ്മളെ പോലെ പ്രൊഫഷണൽ ആയിട്ട് 10-12 ലക്ഷം മുടക്കി BSc നഴ്സിംഗ് പഠിച്ചിറക്കുന്ന ഒരു നഴ്സിന് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ സമൂഹത്തിന് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു തെറ്റാണോ? ഇവര് പിന്നെ എന്തിനാ ഈ മീഡിയകളെ എല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്നത്? നമ്മൾ ചെയ്യുന്നത് ഇവർക്കെതിരെയാണ്. ഇവരെന്തിനാ ബാധിക്കുന്നത്? നമ്മൾ ചെയ്യുന്ന സമരം ഇവർക്കെതിരെയാണോ? നമ്മൾ ഇവിടെ ജോലി ചെയ്യാൻ ആഗ്രഹിച്ചോണ്ട് തന്നെയല്ലേ സമരത്തിന് ഇറങ്ങിയത്? നമുക്ക് ജോലി വേണം, നമുക്ക് ശമ്പളം വേണമെന്നല്ലേ നമ്മൾ പറഞ്ഞുള്ളൂ. മാനേജ്മെന്റിനെതിരെ നമ്മൾ സമരം ചെയ്തില്ലല്ലോ. നമ്മൾ പറഞ്ഞത് നമ്മൾക്ക് ശമ്പളം താ, നമ്മൾ ഇപ്പൊ ജോലിക്ക് കയറാന്നല്ലേ പറയുന്നത്. ഇവർ ഒരു ചർച്ചയ്ക്ക് ഈ 3-ാം ദിവസവും ഇതുവരെ തയ്യാറായിട്ടില്ല. എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? നമ്മളെ ഇവരെ പുല്ലുവിലയല്ലേ തന്നേക്കുന്നത്. നമ്മൾ ഇവരുടെ അടിമകളാണെന്നല്ലേ പറയുന്നത്. അതായത് സ്ട്രൈക്ക് നിർത്തി നിങ്ങൾ ഓരോരുത്തരും തിരിച്ചു കയറ്. നിങ്ങൾക്ക് സ്ട്രൈക്കിന് ഇനി നിങ്ങൾ ഇറങ്ങത്തില്ല. UNA എന്ന പ്രസ്ഥാനമേ ഇവർക്ക് ഇല്ലാതാക്കണം. അതായത് നേഴ്സിംഗ് സമൂഹം ഇനി വളരാൻ പാടില്ല. അതല്ലേ ഇവരുടെ ഉദ്ദേശം? ഇതേ മാനേജ്മെന്റിന്റെ അടുത്ത് നമുക്ക് മെറ്റേണിറ്റി ലീവ് ഇട്ടായിരുന്നില്ല 2 വർഷം മുമ്പ്, അറിയാവോ? നമ്മുടെ ആൾക്കാരെ അവര് പിരിച്ചുവിടുമായിരുന്നു. അവര് പിരിച്ചുവിടുമ്പം ഞാൻ ഗർഭിണീനെ ആകത്തില്ല, ഞാൻ സ്റ്റെറിലൈസേഷൻ ചെയ്ത ഒരാളാ. എന്നിട്ട് ഞാനിങ്ങനെ അവർക്ക് വേണ്ടി പോയി സംസാരിച്ചു, എനിക്ക് മെറ്റേണിറ്റി ലീവ് കിട്ടാനാണോ? അവര് പറയുന്നത് എന്താ? എനിക്ക് കിട്ടുന്ന സാലറി ഉണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഓരോരുത്തർക്ക് വേണ്ടി സംസാരിക്കാൻ പാടില്ലെന്നാണോ? ഇവരെന്താ
ചോദിക്കുന്നത് എനിക്ക് ഒരിക്കലും മനസ്സിലാകുന്നില്ല. എനിക്ക് 40,000 കിട്ടുമ്പോ എനിക്ക് എന്റെ സമൂഹത്തിന് വേണ്ടിയോ എനിക്ക് വേറൊരാൾക്ക് വേണ്ടിയോ ഒന്നും ചോദിക്കാൻ പാടില്ലേ? UN എന്ന സംഘടനയെ തോപ്പിക്കാന്നുള്ള ഇവരുടെ ലക്ഷ്യം. UN എന്ന സംഘടന ഇവർക്ക് എതിരാണ്. KPH അല്ലെങ്കിൽ ചായ് പോലുള്ള ആൾക്കാർക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരാളുണ്ട്, അല്ലെങ്കിൽ തൊഴിലാളികൾ അടിമയായിട്ട് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഇവരുടെ മനോഭാവത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആളുണ്ടെന്നുള്ളത് ഇവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇത് നേരിടാൻ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നേ പറ്റത്തുള്ളൂ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഇവിടുന്ന് എത്ര ദിവസം കഴിഞ്ഞാലും ഏക്കരുത്. ഇവർ ഈ ശമ്പളം അംഗീകരിച്ച് നമ്മളെ